വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയുമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ വനം മേധാവിക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാനം നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭൂപേന്ദ്ര യാദവ്. അതേസമയം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനാകില്ലെന്നും നിലവിൽ സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിലാണെന്നും കേന്ദ്രം ആവർത്തിച്ചു. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണെന്ന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ന് പ്രസ്താവന നടത്തിയത്. പ്രത്യേകിച്ച് ഈ വഴിക്കടവിലെ അപകട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ആക്രമിക്കുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ആക്രമിക്കുന്ന മൃഗങ്ങളെല്ലാം തന്നെയും കൊലപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി ആക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. വനം ഉദ്യോഗസ്ഥർക്ക് അതിനുവേണ്ടിയുള്ള അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളം അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് ഇന്നിപ്പോൾ കേന്ദ്ര വനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ അതേസമയം തന്നെ ഈ 1972 പരിസ്ഥിതി സംരക്ഷണ നിയമം ആ നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ വളരെ കാലമായി ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് എംപിമാർ അടക്കം രാജ്യസഭയിൽ ചോദിച്ചപ്പോഴെല്ലാം തന്നെയും ഈ 1972 വനം പരിസ്ഥിതി സംരക്ഷണ നിയമം അത് ഭേദഗതി ആലോചനയില്ല എന്നുള്ളത് മറുപടിയായിരുന്നു കേന്ദ്രം നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര വനമന്ത്രി വീണ്ടും ആവർത്തിച്ചത് കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പറയുമ്പോഴും ഈ പഞ്ചായത്തുകൾക്ക് കാട്ടുപന്നികളെ കൊല്ലാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊല്ലാം. പക്ഷേ കാട്ടുപന്നികൾ സംരക്ഷിതമായ മൃഗങ്ങളുടെ പട്ടികയിലാണെന്നും ഈ കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തു. അങ്ങനെ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ കാര്യത്തിലുണ്ടാകുന്നു. തീർച്ചയായും സിബി, എന്തായാലും സംസ്ഥാനത്തിന്റെ കാര്യങ്ങളായുള്ള ആവശ്യം കേന്ദ്രം തള്ളുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിനെതിരെ വ്യാജ ആരോപണം കൂടി കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്.